നമസ്കാരം. ബി.ജെ.പിയുടെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. കെ.ജി. മാരാർ ഭവൻ എന്ന് തന്നെയാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന് പേര് നൽകിയിരിക്കുന്നത്. 3 വർഷം കൊണ്ടാണ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇന്ന് രാവിലെ 11:30-നും 12:00-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു പാലുകാച്ചൽ ചടങ്ങ് നടന്നത്. തീർച്ചയായിട്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവിടെ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടി പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് പ്രവർത്തനം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് ഒരു പുതിയ തുടക്കം ആയി മാറും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കുടിയിലെ നമ്മുടെ വനവാസി സഹോദരി മുതൽ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ആരും എന്താ പറയുക ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ പാലുകാച്ചൽ കർമ്മവും നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിനും ഒരു സാമൂഹ്യ ഐക്യത്തിൻ്റെ ഒരു സാമൂഹ്യ നീതിയുടെ എല്ലാം ഒരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു പാലുകാച്ചൽ ചടങ്ങും നമ്മൾ വെച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സൗകര്യം കൂടി നോക്കിയായിരിക്കും മന്ദിരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. തിരുവനന്തപുരം തൈക്കാടാണ് ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. 20 വർഷം മുൻപാണ് ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന 55 സെന്റ് സ്ഥലം വാങ്ങിയത്. ഇവിടെ 60,000 ചതുരശ്ര അടിയിലുള്ള മന്ദിരമാണ് പണിതിരിക്കുന്നത്. ബി.ജെ.പി. പ്രസിഡന്റായി C.P. പത്മനാഭനും സംഘടനാ ജനറൽ സെക്രട്ടറിയായി P.P. മുകുന്ദനും ഉണ്ടായിരുന്ന കാലത്താണ് സ്ഥലം വാങ്ങിയത്. ചീഫ് സെക്രട്ടറിമാരായിരുന്ന S. പത്മകുമാറിന്റെയും കേന്ദ്രമന്ത്രി S. കൃഷ്ണകുമാറിന്റെയും കുടുംബ വീടായിരുന്ന സ്ഥലമാണിത്. 5 നിലകളിലുള്ള മന്ദിരത്തിൽ ഭാവി മുഖ്യമന്ത്രിക്കായി പ്രത്യേക മുറി അടക്കം ആധുനിക സംവിധാനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ആദ്യത്തെ നിലയിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ്. അതിനോട് ചേർന്ന് ഭാവി മുഖ്യമന്ത്രിക്കായുള്ള മുറിയും ഒരുക്കിയിരിക്കുന്നു. സംസ്ഥാനത്ത് എന്തെങ്കിലും അധികാരത്തിലെത്തും അന്ന് ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി. താഴത്തെ 2 നിലകൾ വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ മുറിയോട് ചേർന്നൊരുക്കിയിരിക്കുന്ന ബാൽക്കണിയിൽ നേതാക്കൾക്ക് താഴെ നിൽക്കുന്ന അണികളെ കൈവീശി കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. വീഡിയോ കോൺഫറൻസിനായി പ്രത്യേക മുറികളുണ്ട്. 3-ാം നിലയിലാണ് 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർക്കുള്ള പ്രത്യേക മുറികൾ. പോഷക സംഘടനകളുടെ പ്രത്യേക അധ്യക്ഷന്മാർക്കായി ക്യാബിനുകളും മന്ദിരത്തിലുണ്ട്. കെട്ടിടത്തിന്റെ കോറിഡോറിലായി കെ.ജി. മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. നേതാക്കൾക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തുന്ന പ്രവർത്തകർക്കും താമസിക്കുന്നതിനുള്ള സൗകര്യവും തിരുവനന്തപുരത്തെ പുതിയ മന്ദിരത്തിലുണ്ട്. താമര ഇലകൾ കൊത്തിവെച്ചിട്ടുള്ള ആകെ 15 കൽത്തൂണുകളും ഇവിടെയുണ്ട്. 2 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന മഴവെള്ള സംഭരണിയും സജ്ജീകരിച്ചിട്ടുണ്ട്.